വിൻഡോസ് 10 ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് രണ്ട് വിധത്തിൽ പറയാൻ പറ്റും. ഒന്ന് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, ഇനി ഒന്നിന് വിൻഡോസ് ആപ്സ് എന്ന് പറയും. ആദ്യം നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനെ കുറിച്ച് നോക്കാം. വിൻഡോസ് 7 നമ്മൾ റൺ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും വിൻഡോസ് 10 നമുക്ക് റൺ ചെയ്യാൻ പറ്റും. വിൻഡോസ് 7 റൺ ചെയ്ത ആ ആപ്ലിക്കേഷന് നമ്മൾ വിൻഡോസ് 10 കമ്പ്യൂട്ടറിൽ റൺ ചെയ്താൽ അങ്ങനത്തെ ആപ്ലിക്കേഷനെ നമ്മൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയും. നമുക്ക് ഒരു വിൻഡോസ് 10 പ്രോ കമ്പ്യൂട്ടറിൽ ലോഗിൻ ആവാം. ആദ്യം തന്നെ നമ്മൾ bitnetz എന്ന് പറഞ്ഞിട്ട് ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ നമ്മൾ ഇനിയും ലോഗിൻ ആയിട്ടില്ല. ഇതിൻ്റെ മുമ്പ് ഇനിയും ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ലോഗിൻ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ bitnetz അക്കൗണ്ടിൽ ലോഗിൻ ആവാൻ പോകുന്നുണ്ട്. ഈ സ്റ്റാർട്ടിംഗ് സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ കാണിക്കും. ഇപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷനിലാണ് ഉള്ളത്. ഈ ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് നോക്കിയാൽ, നമ്മൾ ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ആ അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫസ്റ്റ് ടൈം നമുക്ക് ആ അക്കൗണ്ടിൽ ലോഗിൻ ആവാൻ പറ്റുള്ളൂ. കാരണം ഈ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മൈക്രോസോഫ്റ്റ് സൈറ്റിലാണുള്ളത്. നെറ്റ്വർക്ക് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മൈക്രോസോഫ്റ്റ് സൈറ്റിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ലോഗിൻ ആവാൻ പറ്റുള്ളൂ. ഇത് തന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ലോഗിൻ ആയിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ലോഗിൻ ആവുമ്പോൾ മൈക്രോസോഫ്റ്റ് സൈറ്റിൽ നിന്ന് നമ്മളുടെ പാസ്വേഡ് എന്താണ് എന്നുള്ള ഇൻഫർമേഷൻ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പിയായി കളയും. ഇതുപോലെ കോപ്പി ആവുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ലോഗിൻ ആവുമ്പോൾ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവണം എന്നുള്ള നിർബന്ധമില്ല. നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആദ്യം തന്നെ ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ലോഗിൻ ആവാൻ പറ്റും. നമുക്കിപ്പോൾ നെറ്റ്വർക്ക് കണക്ഷനെ കട്ട് ചെയ്തിട്ട് bitnetz അക്കൗണ്ടിൽ ആദ്യമായിട്ട് നമുക്ക് ലോഗിൻ ആവാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഈ അക്കൗണ്ടിൽ ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ലോഗിൻ ആവാൻ പോകുന്നത്. നെറ്റ്വർക്കിനെ കട്ട് ചെയ്തിട്ട് bitnetzനെ സെലക്ട് ചെയ്തിട്ട് bitnetz@hotmail.com എന്നുള്ള അക്കൗണ്ടിൻ്റെ പാസ്വേഡിന് നമ്മൾ ടൈപ്പ് ചെയ്താൽ ഇവിടെ നമുക്ക് എറർ മെസ്സേജാണ് കാണിക്കുന്നത്. യു മസ്റ്റ് ബി ഓൺലൈൻ ദ ഫസ്റ്റ് ടൈം ടു കംപ്ലീറ്റ് യുവർ അക്കൗണ്ട് സെറ്റപ്പ് എന്നുള്ള എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കമ്പ്യൂട്ടറുടെ അകത്ത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ ലോഗിൻ ആവാൻ പറ്റുള്ളൂ എന്നുള്ള ഇൻഫർമേഷനാണ് കാണിക്കുന്നത്. ഇവിടെ ഓക്കേനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല. നമ്മൾ ആദ്യമേ ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ ലോഗിൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ടിൻ്റെ പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ ലോഗിൻ ആവാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ലോഗിൻ ആവാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യമേ നോക്കിയിട്ടുണ്ട്, മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ലോഗിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിനായ ആ പാസ്വേഡിന് മൈക്രോസോഫ്റ്റ് സൈറ്റിൽ നിന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് കളയും. അതുകൊണ്ട് മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ പോലും ലോക്കലായിട്ട് ലോഗിൻ ആവാൻ പറ്റും. നമ്മളിപ്പോൾ ഒരിക്കൽ ലോഗൗട്ട് ആവാം. കട്ടായ നെറ്റ്വർക്ക് കണക്ഷന് ഓൺ ചെയ്യുക. ഈ അക്കൗണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടാണ്. താഴെയുള്ള ഈ രണ്ട് അക്കൗണ്ടും ഈ കമ്പ്യൂട്ടറിൽ നോർമൽ യൂസർ അക്കൗണ്ടാണ്. താഴെയുള്ള അക്കൗണ്ട് ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എങ്കിലും നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഈ അക്കൗണ്ട് നോർമൽ യൂസർ അക്കൗണ്ടാണ് എന്നാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡിനെ മറന്നു കഴിഞ്ഞാൽ നമ്മൾ റീസെറ്റ് ഡിസ്ക് യൂസ് ചെയ്തിട്ട് വേണം അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡിനെ റീസെറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യം ആദ്യമേ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ റീസെറ്റ് ഡിസ്കിന് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിളിന് ഈ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡിന് മറന്നു കഴിഞ്ഞു. ഇതുപോലെ പാസ്വേഡിന് മറന്നു കഴിഞ്ഞാൽ പോലും ഈ യൂസറുടെ പാസ്വേഡ് ഡീറ്റെയിൽ ഇൻഫർമേഷൻ മൈക്രോസോഫ്റ്റ് സൈറ്റിലുള്ളത് കൊണ്ട് നിങ്ങൾ റീസെറ്റ് ഡിസ്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ മറന്ന പാസ്വേഡിന് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് സൈറ്റിൽ ചെന്നിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് ഈ യൂസർ പാസ്വേഡിനെ മറന്നിട്ട് തെറ്റായിട്ട് പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് എൻട്രി കീനെ പ്രസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ് എന്നുള്ള ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് account.live.com എന്നുള്ള സൈറ്റിൽ ചെന്നിട്ട് നിങ്ങളുടെ പാസ്വേഡിനെ റീസെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഓക്കേനെ ക്ലിക്ക് ചെയ്തിട്ട് ഐ ഫർഗെറ്റ് മൈ പാസ്വേഡ് എന്നുള്ള ഈ ലിങ്കിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡിന് ഇവിടെ തന്നെ റീസെറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ക്രീനിൽ നമ്മളുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഈ ക്യാരക്ടറിനെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് താഴെ നെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ അക്കൗണ്ട് പാസ്വേഡിന് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ക്രീനിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം.
നമുക്കിപ്പോൾ bitnetz 2 എന്നുള്ള ഈ അക്കൗണ്ടിൽ ലാഗിൻ ആവാം. നമ്മൾ വിൻഡോസ് 7 റൺ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയും. പക്ഷേ നമ്മൾ ഇപ്പോൾ റൺ ചെയ്യുന്ന വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആപ്ലിക്കേഷന് നമുക്ക് രണ്ട് വിധത്തിൽ പറയാൻ പറ്റും. വിൻഡോസ് 7 നമ്മൾ ആദ്യമേ റൺ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും വിൻഡോസ് 10 നമുക്ക് റൺ ചെയ്യാൻ പറ്റും. വിൻഡോസ് 10 ഇതുപോലെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒന്ന് .exe ഫയലിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യും, അല്ലെങ്കിൽ .msi ഫയലിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഇതുപോലെ ആപ്ലിക്കേഷനൊക്കെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ മൗസ് കീബോർഡിനെ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റാവുന്ന പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആപ്ലിക്കേഷന് നിങ്ങൾക്ക് ടച്ച് സ്ക്രീനിൽ മൊബൈൽ ഫോണിലൊക്കെ ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. ഒരു ആപ്ലിക്കേഷന് ടാബ്ലറ്റ് PC-യിലും മൊബൈൽ ഫോണിലൊക്കെ റൺ ചെയ്യണം എന്നുള്ളതുകൊണ്ട് വിൻഡോസ് 10 പുതിയതായിട്ട് ആപ്ലിക്കേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ വിൻഡോസ് സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. വിൻഡോസ് സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് കുറേ വിധത്തിൽ നമ്മൾ പറയും. ഒരു എക്സാമ്പിളിന് ഇതുപോലെ വിൻഡോസ് സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് വിൻഡോസ് ആപ്സ് എന്ന് പറയും. അങ്ങനെ അല്ലെങ്കിൽ മോഡേൺ ആപ്സ് എന്ന് പറയും. ഇതിനെ നമ്മൾ ട്രസ്റ്റഡ് വിൻഡോസ് സ്റ്റോർ ആപ്സ് എന്ന് പറയും. അങ്ങനെ അല്ലെങ്കിൽ UWP എന്ന് പറയും. എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ വിൻഡോസ് ആപ്സ് എന്ന് പറയും. ഇതുപോലെ ആപ്ലിക്കേഷൻ എല്ലാം നമ്മൾ വിൻഡോസ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുപോലെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ടാബ്ലറ്റ് PC-യിൽ, മൊബൈൽ ഫോണിൽ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ എല്ലാത്തിലും നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ആപ്ലിക്കേഷനിലുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്തെന്നാൽ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ ഈ ആപ്ലിക്കേഷനൊക്കെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ടാബ്ലറ്റ് PC-യിലും മൊബൈൽ ഫോണിലും അതേ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, വിൻഡോസ് ആപ്സ്, ഇതല്ലാതെ കമ്പ്യൂട്ടറിൽ ഇനി ഒരു ടൈപ്പായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിന് നമ്മൾ ഗാഡ്ജറ്റ്സ് എന്ന് പറയും. ഈ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. വിൻഡോസ് 10 നമ്മൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനൊക്കെ ലോഡ് ചെയ്താൽ C ഡ്രൈവിൽ പ്രോഗ്രാം എന്നുള്ള ഫോൾഡറിലാണ് അത് ലോഡാവുക. അങ്ങനെ അല്ലെങ്കിൽ പ്രോഗ്രാം x86 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിലാണ് ആപ്ലിക്കേഷനൊക്കെ ലോഡാവുക. പക്ഷേ നമ്മൾ വിൻഡോസ് ആപ്സൊക്കെ ലോഡ് ചെയ്താൽ ആ ആപ്സ് കുറേ ഫോൾഡറിൽ ലോഡാവും. ഒരു ആപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്താൽ ആ ആപ്ലിക്കേഷൻ ഏതൊക്കെ ഫോൾഡറിലാണ് ഇൻസ്റ്റാൾ ആവുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ ക്രോം എന്നുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും VLC പ്ലെയർ എന്നുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനൊക്കെ ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പവറുള്ള യൂസറിന് മാത്രമേ ആ ആപ്ലിക്കേഷനെ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിളിന് ഡൗൺലോഡിൽ VLC.exe എന്നുള്ള ഫയലുണ്ട്. ഈ ഫയലിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ VLC പ്ലെയറിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഈ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനൊക്കെ അഡ്മിനിസ്ട്രേറ്റർ ലോഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ആപ്ലിക്കേഷന് കമ്പ്യൂട്ടറിൽ ലാഗിനായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ യൂസർക്കും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ആപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്തതും നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഷോർട്ട് കട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ കമ്പ്യൂട്ടറിൽ വേറെ യൂസേഴ്സ് ലാഗിനായി അവരുടെ ഡെസ്ക്ടോപ്പിൽ നോക്കിയാലും ഈ ക്രോമും ഫയർഫോക്സും VLC പ്ലെയർ ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്റർ ഈ സോഫ്റ്റ്വെയറിനെ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് കമ്പ്യൂട്ടർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ C ഡ്രൈവിൽ യൂസർ ഫോൾഡറുടെ അകത്ത് പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറുണ്ട്. പബ്ലിക്കിൻ്റെ അകത്ത് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഈ ഡെസ്ക്ടോപ്പ് പബ്ലിക് ഫോൾഡറുടെ അകത്ത് ഒരു ഷോർട്ട് കട്ടിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ലാഗിനായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ യൂസറുടെ ഡെസ്ക്ടോപ്പിലും ഈ ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് അയക്കാൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി കളയും. C ഡ്രൈവിൽ തന്നെ പ്രോഗ്രാം ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറുണ്ട്. നിങ്ങൾ 64 ബിറ്റ് ആപ്ലിക്കേഷൻ ലോഡ് ചെയ്താൽ ആ ആപ്ലിക്കേഷൻ്റെ സോഫ്റ്റ്വെയറൊക്കെ ഈ ഫോൾഡറിൻ്റെ അകത്താണ് ലോഡാവുക. ഇവിടെ തന്നെ x86 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ 32 ബിറ്റ് ആണെങ്കിൽ ഈ ഫോൾഡറിൻ്റെ അകത്താണ് സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ആവുക. നമ്മൾ പ്രോഗ്രാം ഫയൽസ് ഫോൾഡറിനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വീഡിയോ ലാൻ എന്നൊരു ഫോൾഡറുണ്ട്. അതിനെ ഓപ്പൺ ചെയ്താൽ നമ്മൾ ലോഡ് ചെയ്ത VLC പ്ലെയർ ഇതിൻ്റെ അകത്താണ് ഫയലൊക്കെ കോപ്പി ചെയ്തിട്ടുള്ളത്. നമ്മൾ ലോഡ് ചെയ്ത VLC പ്ലെയർ പ്രോഗ്രാം ഫയൽസിൻ്റെ അകത്ത് ലോഡായിട്ടുണ്ടെങ്കിൽ നമ്മൾ 64 ബിറ്റ് VLC ആണ് യൂസ് ചെയ്യണത് എന്നർത്ഥം. ഇത് തന്നെ നമ്മൾ പ്രോഗ്രാം ഫയൽസ് x86 എന്നുള്ള ഫോൾഡറിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഫോൾഡറിൻ്റെ അകത്താണ് നമുക്ക് ഗൂഗിൾ ലോഡായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഗൂഗിൾ ക്രോം ഒരു 32 ബിറ്റ് ആപ്ലിക്കേഷൻ എന്നർത്ഥം. ഇവിടെ തന്നെ നോക്കിയാൽ
നിങ്ങൾക്ക് പ്രോഗ്രാം ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡറുടെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ ലോഡ് ചെയ്താൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ഫയൽസ് എല്ലാം നമുക്ക് ഈ 2 ഫോൾഡറിനകത്ത് ലോഡായിട്ടുണ്ടാവും. ഒരു ആപ്ലിക്കേഷനെ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ആ ആപ്ലിക്കേഷനിൽ നമ്മൾ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്യും. നമ്മൾ ചെയ്യുന്ന സെറ്റിങ്സ് കമ്പ്യൂട്ടറിൽ ലോഗിനായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ യൂസർക്കും അപ്ലൈ ആവണോ അല്ലെങ്കിൽ ഒരു യൂസറിന് മാത്രം അപ്ലൈ ആവണോ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒരു എക്സാമ്പിളിന് നമ്മൾ ചെയ്യുന്ന സെറ്റിങ് ഈ കമ്പ്യൂട്ടറിൽ ലോഗിൻ ആവുന്ന എല്ലാ യൂസർക്കും അപ്ലൈ ആവണം എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനൊക്കെ നമ്മളുടെ പ്രോഗ്രാം ഡാറ്റ എന്നുള്ള ഈ ഫോൾഡറിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ ഫോൾഡർ നിങ്ങൾക്ക് നോർമലായിട്ട് കാണിക്കില്ല, ഒരു ഹിഡൻ ഫോൾഡറാണ്. ഈ ഫോൾഡറിനെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അഡോബിൽ എല്ലാ യൂസർക്കും അപ്ലൈ ആവുന്ന പോലെ നമ്മൾ സെറ്റിംഗ് ചെയ്തിട്ടുണ്ടാവും. ആ സെറ്റിങ്ങൊക്കെ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇതേ പ്രോഗ്രാം ഡാറ്റ എന്നുള്ള ഫോൾഡറിനകത്ത് ഓരോ ആപ്ലിക്കേഷനും നമ്മൾ റൺ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ തന്നെ കുറച്ച് ഡേറ്റിനെ ക്രിയേറ്റ് ചെയ്യും. ആ ഇൻഫർമേഷനും ഈ ഫോൾഡറിനകത്താണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇത് തന്നെ യൂസേഴ്സ് ഒരു ആപ്ലിക്കേഷനെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സെറ്റിംഗ് ഒക്കെ ചെയ്യും. ആ യൂസർ ചെയ്യുന്ന സെറ്റിങ്സ് ആ യൂസറിന് മാത്രമേ അപ്ലൈ ആവാൻ പാടുള്ളൂ. ഒരു എക്സാമ്പിളിന് ഈ ക്രോമിന് യൂസർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് യൂസർ കുറച്ച് സെറ്റിംഗ് ഒക്കെ ചെയ്യും. നമ്മൾ ക്രോമിനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു യൂസർ ഒരു ആപ്ലിക്കേഷനിൽ സെറ്റിംഗ് ഒക്കെ ചേഞ്ച് ചെയ്താൽ ആ ഇൻഫർമേഷന് ഈ പ്രോഗ്രാം ഡേറ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യില്ല. കാരണം എന്തെന്നാൽ ഈ പ്രോഗ്രാം ഡാറ്റ എന്ന് പറയുന്നത് ഒരു കോമൺ ഫോൾഡറാണ്. എല്ലാ യൂസറിനും അപ്ലൈ ആവുന്ന സെറ്റിംഗ് മാത്രമേ ഈ ഫോൾഡറിനകത്ത് സ്റ്റോർ ചെയ്യുള്ളൂ. കമ്പ്യൂട്ടറിൽ ലോഗിനായിട്ട് വർക്ക് ചെയ്യുന്ന ഓരോ യൂസറും ഒരു ആപ്ലിക്കേഷനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വല്ല സെറ്റിങ്ങിനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഫർമേഷന് യൂസറുടെ ഫോൾഡറിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ഡാറ്റ ലോക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടാവും. ഇതിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുക. ഈ യൂസർ ലോഗിനായിട്ട് ഈ ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് വല്ല സെറ്റിങ്ങിനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ ഈ ഗൂഗിൾ ഫോൾഡറിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുക. സിമ്പിളായിട്ട് എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് നോക്കിയാൽ നമ്മൾ ലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനെല്ലാം ഈ 2 ഫോൾഡറിനകത്ത് ഫയൽസിനെ സ്റ്റോർ ചെയ്യും. ആ ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യുന്ന സെറ്റിങ്സ് എല്ലാ യൂസറിനും അപ്ലൈ ആവണം എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനൊക്കെ പ്രോഗ്രാം ഡേറ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. ഒരു പർട്ടിക്കുലർ യൂസറിനെ മാത്രം ആ യൂസർ ആപ്ലിക്കേഷനിൽ ചെയ്യുന്ന ചേഞ്ചസൊക്കെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ യൂസറുടെ ഫോൾഡറിനകത്താണ് ആ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിൻഡോസ് ആപ്ലിക്കേഷനെ കുറിച്ച് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.